ഏറെ മനസ്സിൽ പതിഞ്ഞ ഒരു ചിത്രം ഈ കഴിഞ്ഞ ആഴ്ച സോഷ്യൽ മീഡിയയിൽ കാണുകയുണ്ടായി. ഒരു പാവപ്പെട്ട വീട്ടിലെ മുറിയിൽ ഒരു ഭർത്താവും ഭാര്യയും ഒരു കുഞ്ഞും കിടന്നുറങ്ങുകയാണ്. ഒരു റൂമിൽ കട്ടിലിൻ്റെ ഒരു കാല് ഏകദേശം നശിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ 2 കട്ടകളുടെ കാല് ഉയർത്തി വച്ചിരിക്കുന്നു. മേളിൽ നിന്ന് വെള്ളം ചോർന്നു വീഴുന്നുണ്ട്. അത് പിടിക്കാനായി താഴെ ഒരു ബേസിൻ വെച്ചിരിക്കുന്നു. എന്നാൽ ഭർത്താവും ഭാര്യയും കെട്ടിപ്പിടിച്ചിടന്ന് ഉറങ്ങുന്നു. ഭാര്യയുടെ ഏകദേശം വയറുഭാഗത്തായിട്ട് 2 വയസ്സോളം പ്രായമുള്ള ഒരു കുഞ്ഞ് കിടന്ന് സുഖമായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ചിന്തിച്ചു തുടങ്ങി, ആ കട്ടിലിൻ്റെ അടിയിൽ അവരുടെ വളർത്തുനായയും ഏറെ സംതൃപ്തിയോടെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സന്തോഷത്തിൻ്റെ സംതൃപ്തിയുടെ അളവുകോൽ എന്താണ്? എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും സംതൃപ്തിയില്ലാതെ കഴിയുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. ഈ ചോർച്ചയുടെ ഇടയിൽ നശിച്ച കട്ടിലിൽ സ്നേഹത്തോടെ ഒരു പുതപ്പിൻ്റെ കീഴിൽ കിടന്ന് സന്തോഷമായി ഉറങ്ങാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? ഹൃദയം അടുപ്പമുള്ളതുകൊണ്ട് തന്നെ. ഇല്ലായ്മയിലും വല്ലായ്മയിലും സംതൃപ്തിയോടെയും സന്തോഷത്തോടെയും കഴിയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? എല്ലാ സൗകര്യങ്ങളുടെയും മടിത്തട്ടിൽ കിടന്ന് പരാതി പറയുകയും സന്തോഷമില്ലാതെ കഴിയുകയും ചെയ്യുന്നവർക്ക് ചിന്തിക്കാൻ എത്രയോ കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ടോ? ഇല്ലായ്മകളിൽ സന്തോഷത്തോടെ ഒത്തൊരുമയോടെ കഴിഞ്ഞുകൂടുന്ന സമയത്തേക്കാൾ സൗകര്യങ്ങൾ കൂടി വരുമ്പോൾ അതേ സ്വസ്ഥത നാം അനുഭവിക്കുന്നില്ല എന്നുള്ളതല്ലേ സത്യം? സമ്പത്തേറുമ്പോൾ ആകുലതയുമേറുന്നു എന്ന് പറയുന്നതിനോട് എത്രയോ താതാത്മ്യം പ്രാപിച്ച ഒരു ചിത്രമായിരുന്നു അത്. കുറേ സമയത്തേക്ക് മനസ്സിലൂടെ ഏറെ ചിന്തകൾ ഓടിക്കളിക്കുകയുണ്ടായി. ചിന്തിക്കാൻ സാധിക്കട്ടെ, സന്തോഷവും സംതൃപ്തിയും അതിൻ്റെ അളവുകോല് എന്താണ് ജീവിതത്തിൽ? നന്ദി.